ചെമ്പൂർ ശ്രീനാരായണ കോളേജിൽ നടന്ന ബോധവൽക്കരണ പരിപാടിയിൽ മഹാരാഷ്ട്ര ഗവർണർ ജിഷ്ണുദേവ് വർമ്മ, മുംബൈ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ രവീന്ദ്ര കുൽക്കർണി, സിനിമാ താരങ്ങളായ രാകേഷ് ബേദി, ശിവ് താക്കറെ തുടങ്ങിയവർ സംബന്ധിച്ചു. മുംബൈ നഗരത്തെ ക്ഷയരോഗമുക്തമാക്കുകയെന്ന ലക്ഷ്യത്തോടെ മഹാരാഷ്ട്ര ലോക് ഭവനും ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനും സംയുക്തമായി നടപ്പാക്കുന്ന പ്രധാന പൊതുജനാരോഗ്യ പദ്ധതിയാണ് TB ഫ്രീ മുംബൈ ക്യാമ്പയിൻ. ക്ഷയരോഗം നേരത്തെ കണ്ടെത്തുക, സൗജന്യ ചികിത്സ ഉറപ്പാക്കുക, സമൂഹതലത്തിൽ ബോധവൽക്കരണം ശക്തമാക്കുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ക്ഷയരോഗമുക്ത മുംബൈ എന്ന മുദ്രാവാക്യമേന്തിയ പ്ലക്കാർഡുകളുമായി ഏകദേശം 1000-ലധികം NSS വളണ്ടിയർമാരാണ് ശ്രീനാരായണ ഗുരു കോളേജിൽ സംഘടിപ്പിച്ച ക്യാമ്പയിന്റെ ഭാഗമായത്. മഹാരാഷ്ട്ര ഗവർണർ ജിഷ്ണുദേവ് വർമ്മ, മുംബൈ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ രവീന്ദ്ര കുൽക്കർണി കൂടാതെ ബോളിവുഡ് നടൻ രാകേഷ് ബേദി, ടെലിവിഷൻ താരം ശിവ താക്കറെ, മന്ത്രിസമിതി ജനറൽ സെക്രട്ടറി OK പ്രസാദ് എന്നിവരടക്കം നിരവധി പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു. We have great respect for Narayan Guru, and that's the reason why the Department of Philosophy of University of Mumbai has instituted a separate Narayan Guru chair. Today, in fact, it was really a matter of pride for me to visit Narayan Guru College because the college is running entirely on the philosophy of Sant Narayan Guru only. മുംബൈയെ ക്ഷയരോഗമുക്തമാക്കാനുള്ള ബോധവൽക്കരണ പരിപാടിയിൽ യുവാക്കളും സിനിമാ താരങ്ങളും അണിചേരണമെന്ന് ഗവർണർ ആഹ്വാനം ചെയ്തു. Young people can make short films, posters, podcasts on success stories of TB free campaign. I will appeal to film stars to give messages to create TB free Mumbai. മുംബൈയോടൊപ്പം മഹാരാഷ്ട്രയും ഭാരതവും ഈ ക്യാമ്പയിന്റെ ഭാഗമാക്കാൻ നമുക്ക് കഴിയണമെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. ബോധവൽക്കരണ പദയാത്രയിൽ പങ്കെടുത്ത ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ആവേശം പകർന്നാണ് ബോളിവുഡ് നടൻ രാകേഷ് ബേദി സംസാരിച്ചത്. मैं खाली इतना ही कहूंगा कि अब टीबी से किसी को डरने की जरूरत नहीं है. टीबी को बड़े आराम से बोल सकते हो, ए टीबी तू मेरा कुछ नहीं उखाड़ सकता. पूछो क्यों? बच्चा तू मेरा. ചസ്മെ ബദൂർ ഏക് ദുജെ കെ ലിയെ തുടങ്ങി ഏറ്റവും ഒടുവിൽ ദുരന്തർ വരെയുള്ള ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനാണ് ബേദി. और ये तो हम अभी महाराष्ट्र का संदेश दे रहे हैं, बल्कि हमको तो पूरे भारत को TB मुक्त करना चाहिए. ക്ഷയരോഗത്തിനെതിരെ പൊരുതി ജയിക്കാൻ നമുക്കാകുമെന്നും ആരോഗ്യമുള്ള ജനതയെ വാർത്തെടുക്കാൻ കഴിയണമെന്നും ശിവ താക്കറെ പറഞ്ഞു. हम सब मिलके इससे लड़ सकते हैं, हम सबकी जिम्मेदारी है. മഹാരാഷ്ട്ര ലോക് ഭവൻ, NSSL, മുംബൈ സർവകലാശാല, ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് കൊമേഴ്സ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചതെന്ന് സമിതി ജനറൽ സെക്രട്ടറി OK പ്രസാദ് പറഞ്ഞു. ഇതൊരു അവയർനെസ് പ്രോഗ്രാമാണ്. കാരണം നമ്മളുടെ മെജോറിറ്റി സ്റ്റുഡൻസ് വരുന്നത് അർബൻ സ്ലമ്മിൽ നിന്നാണ്. ഈ സ്ലമ്മിലെ കുട്ടികൾക്ക് ഡിഫറെൻറ്റ് ഡിസീസസ് ഉണ്ടായിരിക്കാം, പക്ഷെ അത് നമ്മൾ അറിയില്ല വാസ്തവത്തിൽ. അപ്പോൾ നമ്മൾ മുനിസിപ്പാലിറ്റിയും ശ്രീനാരായണ ഗുരു കോളേജും തമ്മിൽ ജോയിൻ്റ്ലി സ്ക്രീനിങ് പരിപാടി നമ്മൾ ഉടനെ തുടങ്ങും. ഇതിനു മുമ്പും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നിരവധി പദ്ധതികളിൽ മന്ദിരസമിതിയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മുൻകൈയെടുത്തിട്ടുണ്ടെന്നും OK പ്രസാദ് ചൂണ്ടിക്കാട്ടി. ചെമ്പൂര് തന്നെയാണ് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ളത്. കാരണം ഈ കുട്ടികൾ മുഴുവനും വരുന്നത് അർബൻ ചേരികളിൽ നിന്നാണ്. പക്ഷേ അവർക്ക് 50 നമ്മൾ കൊല്ലമായിട്ട് ഇംഗ്ലീഷ് മീഡിയം ഇവിടെ സ്കൂളുണ്ട്. ആ സ്കൂളിൽ അഫോർഡബിൾ ഫീസാണ് അവർക്ക് കൊടുക്കാനുള്ളത്. ആ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളത് നമ്മളൊരു കർത്തവ്യമാണ്. അത് ശ്രീനാരായണ ഗുരുദേവന്റെ ഫിലോസഫി അനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുന്നതാണ്. ഗവർണർക്കൊപ്പം രാകേഷ് ബേദി, ശിവ താക്കറെ എന്നിവരും ബോധവൽക്കരണ പദയാത്രയുടെ ഭാഗമായി. ക്ഷയരോഗ പ്രതിരോധം, നേരത്തെയുള്ള രോഗനിർണയം, ചികിത്സ എന്നിവയെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായാണ് TB മുക്ത മുംബൈ ക്യാമ്പയിന്റെ ഭാഗമായി ചേരി പ്രദേശ ബോധവൽക്കരണ പദയാത്ര സംഘടിപ്പിച്ചത്. ചെമ്പൂരിലെ ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് കൊമേഴ്സ് ക്യാമ്പസിലാണ് പരിപാടിക്ക് തുടക്കമായത്. മുംബൈ സർവകലാശാലയ്ക്ക് കീഴിലുള്ള വിവിധ കോളേജുകളിൽ നിന്നുള്ള 1000-ലധികം NSS വളണ്ടിയർമാരും ക്യാമ്പയിനിൽ സജീവമായി. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് Amritveni Hair Elixir for Women. Azure Builders, building beyond blue.